എവരിബഡി വിൽ ഹാവ് എ ബാക്ക് സ്റ്റോറി ടു സക്സസ്. എന്നാൽ എല്ലാവർക്കും സക്സസ് ഒരുപോലെയല്ല. ചിലർക്കത് വളരെ ഈസിയാണ്, ചിലർക്കാണെങ്കിലോ അത് വളരെ ഹാർഡ്ഷിപ്സ് നിറഞ്ഞതാകും. എന്നാൽ സംഗീതം, നൃത്തം എന്നീ കലകളുടെ കാര്യമാകുമ്പോൾ അതിനൊക്കെ പിന്നിൽ കൃത്യമായ നിഷ്ഠയും തപസ്യയും ഒക്കെ തന്നെ ഉണ്ടാവും. ഇങ്ങനെയിരിക്കെ ഒരു കുടുംബത്തിലെ മുൻ തലമുറ മുതൽ ഇളം തലമുറ വരെ ഓരോരുത്തരും മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തന്നെ വിവിധ മേഖലകളിൽ പുരസ്കാരങ്ങളും അവാർഡുകളും വാങ്ങിക്കൂട്ടി പേരും പ്രശസ്തിയും നേടുന്നു എന്ന് പറയുമ്പോഴോ അതിശയോക്തി തോന്നുന്നുണ്ടല്ലേ? ഒട്ടും വേണ്ട. ട്രിവാൻഡ്രം സിറ്റിയുടെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു കലാസമ്പുഷ്ടമായ കുടുംബമുണ്ട്. അതെ, മേടയിൽ വീട്. നമുക്ക് പ്രിയങ്കരായ ഒട്ടനവധി സംഗീതജ്ഞരും പ്ലേബാക്ക് സിംഗേഴ്സും ഗാനരചയിതാക്കളെയും ഒക്കെ വാർത്തെടുത്ത ഒരു കുടുംബം. ഡോക്ടർ പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറിൻ്റെയും MG രാധാകൃഷ്ണൻ സാറിൻ്റെയും MG ശ്രീകുമാർ സാറിൻ്റെയും ഒക്കെ കുടുംബ വീടായ മേടയിൽ വീട്. ഈ കുടുംബത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും അപ്പുറം മറ്റൊരു വലിയ പുരസ്കാരം ഈ കുടുംബത്തെ തേടിയെത്തിയിരിക്കുകയാണ്. ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറിന് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് മേടയിൽ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഒത്തുചേരാം മിരാരി ടോക്ക് ഷോയിലൂടെ. വളരെ കാലം കഴിഞ്ഞ് ശരി, എനിക്കൊരു 15 വയസ്സുള്ളപ്പോഴും കോളേജിൽ ചേരാം. പ്രീ യൂണിവേഴ്സിറ്റിയാണ്. പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടെ എടുത്ത ഒരു ഡിസിഷനാണ് തിരുവനന്തപുരത്തേക്ക് പോയി പഠിപ്പിക്കാം, എന്നാലേ കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാകും. അത് വളരെ നല്ലൊരു ഡിസിഷനായിരുന്നു. പല മാതാപിതാക്കളും എടുക്കാത്തൊരു ഡിസിഷൻ അന്നത്തെ കാലത്ത്. കാരണം ഞങ്ങളുടെ വസ്തുവകളെല്ലാം അവിടെ അരിപ്പാട്ടാണ്, അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ചേർത്തല ഗോപാലൻ നായർന്ന് പറഞ്ഞ ഒരു അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു, മ്യൂസീഷ്യനാണ്. എൻ്റെ അപ്പൂപ്പനുമായിട്ട് നല്ല റിലേറ്റഡ് ആണ്. അപ്പൊ അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പം ഞാനിതൊക്കെ കേട്ടുള്ളതാണ്. അപ്പം അപ്പൂപ്പൻ പിന്നെ അത് പ്രൊസീഡ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം അന്നിവിടെ ചീഫ് മിനിസ്റ്റർ ക്ലിഫ് ഹൗസിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരും അമ്മ, ഒരു കാറും എടുത്ത് വീട്ടിൽ വന്ന് എന്നെയും കയറ്റി ഇങ്ങനെ സഞ്ചരിക്കും. അവർക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ നല്ലൊരു കൂട്ടായ്മ. ഹരിശങ്കറിന്റെയും രവിശങ്കറിന്റെയും വളർച്ചയിലും ശ്രീകുമാർ സാറിന്റെയും അമ്മയുടെയും അമ്മ മെയിൻ ആയിരുന്നു. പിന്നെ ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് ചെറുമകനെ പഠിപ്പിച്ചത്. സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അമ്മ. പിന്നെ ശ്രീചേട്ടന്റെ കൂടെ കരിക്കകത്തായിരുന്നു അവസാനത്തെ അവരുടെ കച്ചേരി. അതും കഴിഞ്ഞിട്ട് അത് ഹരിശങ്കർ കൂടെ പാടി, ഇളയ മോൻ വയലിൻ വായിച്ചു. തികച്ച ഒരു മകനെ പോലെ തന്നെ ആയിരുന്നു ശ്രീചേട്ടൻ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഒരു മകളാണ്. അപ്പം ശ്രീചേട്ടൻ ശരിക്കും ഹെറിഡിറ്ററി ആയിട്ട് മ്യൂസിക് ഉള്ള ഒരാളല്ല. അവിടെ അവര് 8 മക്കളുള്ളതില് ശ്രീചേട്ടനായിരുന്നു പാട്ടൊക്കെ ഉണ്ടായത്. അമ്മയ്ക്ക് എന്നെ ഹോസ്റ്റലിലാക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അതായത് അമ്മയുടെ അച്ഛൻ്റെ കൂടെ നിന്ന് വേണം ഞങ്ങൾ പഠിക്കാൻ എന്നുള്ളൊരു തീരുമാനം അമ്മയ്ക്ക് അച്ഛനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വന്ന് എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ ട്രിവാൻഡ്രം നമുക്ക് നല്ല ഒരു പ്രോത്സാഹനം നൽകി കലാസമ്പുഷ്ടമായ ഒരു കുടുംബമായി നമുക്ക് മാറാൻ സാധിച്ചു. അപ്പം അങ്ങനെ വിചാരിതമായിട്ട് ശ്രീചേട്ടൻ വിട്ടുപോയി. എങ്കിലും എനിക്കൊരു തോന്നലില്ല, ശ്രീചേട്ടൻ ഇവിടെ ഉള്ളത് പോലെയാണ് എൻ്റെ ഫീൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള. ഇവിടെ പോയിരിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു നമ്മൾ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അതാണ്. പിന്നെ ഹരിയാണെങ്കിലും ഹരിശങ്കർ ആണെങ്കിലും, ഹരിശങ്കർ ഉയർന്നു വന്നപ്പോഴ അത് ആ ജീവാംശമായി എന്നുള്ള പാട്ട് ശ്രീചേട്ടൻ കേട്ടിരുന്നു. മ്യൂസിക് റിസർച്ചർ എന്നുള്ള രീതിയിലും ഗ്രേറ്റ് കർണാട്ടിക് സിംഗർ എന്നുള്ള രീതിയിലും മ്യൂസിക് അക്കാഡമിഷ്യൻ എന്നുള്ള രീതിയിലുമൊക്കെ പേരും പ്രശസ്തിയും നേടിയ
നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറിന് കർണാട്ടിക് മ്യൂസിക് ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിലെ വിവിധ തലത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇന്ന് ടീച്ചറിനും കുടുംബാംഗങ്ങൾക്കും ഒപ്പം ടീച്ചറിൻ്റെ സക്സസ് ജേർണിയെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഒപ്പം മേടയിൽ വീട്ടിലെ എല്ലാവരുടെയും വിജയഗാഥയുടെ സീക്രട്ടും മനസ്സിലാക്കാം മിരാരി ടോക്ക് ഷോയിലൂടെ. സോ വെൽക്കം യു ഓൾ ടു മൈ ഷോ മിരാരി ടോക്ക് ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടീച്ചർ ഫോർ വിന്നിംഗ് ദ പത്മശ്രീ അവാർഡ്. ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ ടീച്ചറിന് കൊണ്ടുവന്നിട്ടുണ്ട്, തന്നോട്ടെ? ഓ താങ്ക്സ്. ഇന്ന് പത്മശ്രീയുടെ നിറവിൽ നിൽക്കുന്ന ടീച്ചറിനോടൊപ്പം സമയം പങ്കിടാനായിട്ട് കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇത് കമല ലക്ഷ്മി, ടീച്ചറിൻ്റെ മകളാണ്, വീണ പ്ലെയറാണ്, മ്യൂസിക് സിംഗറാണ്, ടീച്ചറിൻ്റെ സന്തത സഹചാരിയാണ്. ഇതൊന്നും പോരാ, പകരം ഇനിയുമുണ്ട് ചേച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ. പ്രശസ്തനായ മ്യൂസിഷ്യൻ ആലപ്പി ശ്രീകുമാറിൻ്റെ വൈഫും ഇന്നത്തെ യുവതലമുറയിലെ പോപ്പുലർ സിംഗറായ ഹരിശങ്കറിൻ്റെയും വയലിനിസ്റ്റായ രവിശങ്കറിൻ്റെയും അമ്മ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ടീച്ചറിനോടും മകളോടും ചോദിച്ചറിയാം എല്ലാ വിശേഷങ്ങളും. ടീച്ചർ, ഫസ്റ്റ്ലി ടീച്ചറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ടീച്ചറിൻ്റെ ചൈൽഡ്ഹുഡ് ജേർണി തൊട്ട് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാനുണ്ട്. അച്ഛൻ മലബാർ ഗോപാലൻ നായർ, അമ്മ കമലാക്ഷി അമ്മ. രണ്ടുപേരും ഈക്വലി വളരെ പോപ്പുലറായിട്ടുള്ള രണ്ട് മ്യൂസിഷ്യൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ പ്രശസ്തരായ കലാകാരന്മാർ പണ്ടത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് ഫാമിലിയോടൊപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കേൾക്കാറുണ്ട്. ചിലപ്പോൾ കുടുംബം കല എന്ന് രണ്ട് സ്ഥാനം എടുത്ത് വെക്കുമ്പോൾ കൂടുതലായിട്ട് കലയെ വേണമെങ്കിൽ കല കോൺസെൻട്രേറ്റ് ചെയ്യുക, കുടുംബമാണെങ്കിൽ കുടുംബം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നാൽ ഇത് രണ്ടും കൂടി മേർജ് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ റെയറാണ്. ടീച്ചറിനെ സംബന്ധിച്ചിട്ട് എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയ്ക്കും മ്യൂസിഷ്യൻസ് എന്നുള്ള രീതിയിൽ മ്യൂസിക്കിൽ ഗൈഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നോ? അച്ഛൻ സംഗീത നാടക മേഖലയിൽ ഉള്ള ആളായിരുന്നു. അതിൽ അദ്ദേഹം വോക്കലും അതിനോടൊപ്പം തന്നെ ഹാർമോണിസ്റ്റും ആയിരുന്നു. വളരെ 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 പ്രശസ്തനായിരുന്നു. പക്ഷേ ആ സംഗീത നാടകങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോഴേക്കും അച്ഛന് 50 വയസ്സായപ്പോഴത്തേക്കും അച്ഛന് അതിൽ നിന്ന് വിരമിച്ചു. അപ്പം ഞങ്ങൾ കൊച്ചുകുട്ടികളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നാടകങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. സംഗീത നാടകം എന്ന് പറയുമ്പം അതിൽ സംഗീതത്തിനാണ് വളരെ പ്രാധാന്യം. വളരെയധികം ക്ലാസിക്കൽ മ്യൂസിക്കും ലൈറ്റ് മ്യൂസിക്കും ഒക്കെ ചേർത്തിട്ടുള്ള നാടകമാണ്. അത് മുഖ്യ നായകൻ വരുന്നത് തന്നെ പക്കല, അതുപോലെ ഉള്ള ക്ലാസിക്കൽ സോങ്സ് പാടി സ്വരമൊക്കെ പാടിക്കൊണ്ടാണ് വരുന്നത് തന്നെ. അപ്പോൾ അച്ഛൻ അതിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിരമിച്ചു അതിൽ നിന്ന്. അതുകൊണ്ട് തന്നെ കുടുംബം, അച്ഛനും അമ്മയും മക്കളും എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒരു സംതൃപ്ത കുടുംബം ആയിരുന്നു. അച്ഛന് കാര്യങ്ങൾ നോക്കാൻ പറ്റിയിരുന്നു. അച്ഛൻ വീട്ടിൽ പാട്ട് ഒക്കെ അനേകം കുട്ടികളെ ഗുരുകുല സമ്പ്രദായത്തിലാണ്. അപ്പോൾ ഒരു അച്ഛൻ്റെ 10 ശിഷ്യരെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അവര് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കും, ഞങ്ങളെയൊക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പാട്ടും പഠിക്കും. അങ്ങനെ ആണല്ലോ ഗുരുകുല സിസ്റ്റം. അപ്പം അങ്ങനെ ഒരു ഗുരുകുല സിസ്റ്റമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ആളുകളും എല്ലാം കൂടി ഒരു 10-25 പേര് ആ വീട്ടിൽ ഉണ്ടാകും. അപ്പോൾ ഒരു കൂട്ടുകുടുംബം. അപ്പോൾ അവിടെ ശിഷ്യർക്കെന്നോ മക്കൾക്കെന്നോ ഉള്ളൊരു വ്യത്യാസം അച്ഛനോ അമ്മയോ കൽപ്പിച്ചിരുന്നില്ല. അമ്മ സ്കൂൾ ടീച്ചറും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഹരികഥാ കാലക്ഷേപം നടത്തിയിരുന്നു. അതുകൂടാതെ അമ്മ മ്യൂസിക് അക്കാഡമിയിലെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ്. പാറശാലപ്പന്നമ്മ ടീച്ചർ, പിന്നെ ആറന്മുള പൊന്നമ്മ, വിജയരാഘവൻ ടീച്ചർ, ഇവരൊക്കെ കൂടെ പഠിച്ചതാണ് അമ്മ, ആദ്യത്തെ സ്റ്റുഡൻറ്റ്. പക്ഷെ അതിൻ്റെ കൂടെ ജോലിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് അമ്മ പോയി
പഠിച്ചിരുന്നു. അമ്മ മഹാറാണിയാണ് ആ സിസ്റ്റം ഉണ്ടാക്കിയത് അക്കാഡമിയിൽ. ശ്രീചിത്ര തിരുനാളിൻ്റെ പിറകിൽ നിന്ന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് മ്യൂസിക് അക്കാഡമി ഉണ്ടാക്കിയത് പിന്നെ അമ്മ മഹാറാണിയുടെ ഒരു ശ്രമം കൊണ്ട്. അവിടെയാണ് ഇവരെല്ലാം ആദ്യമായിട്ട് ഗായിക എന്നുള്ള കോഴ്സിന് പഠിച്ചിരുന്നത്. അതിനുശേഷം അമ്മ ഇങ്ങനെ ഹരിപ്പാട്ട് വന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് കുറേ താമസിച്ചിരുന്നു. വന്ന് അച്ഛനും അമ്മയും. ഹരിപ്പാടോട്ടുള്ള ആ ജേർണി എന്ത് പർപ്പസിനാണ് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് വന്ന് ചേക്കേറുന്നത്? അത് വളരെ കാലം കഴിഞ്ഞ്. ശരി. ഞാൻ എനിക്കൊരു 15 വയസ്സുള്ളപ്പോഴേ കോളേജിൽ ചേരാം. പ്രീ യൂണിവേഴ്സിറ്റിയാണ്. പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടെ എടുത്ത ഒരു ഡിസിഷനാണ് തിരുവനന്തപുരത്തേക്ക് പോയി പഠിപ്പിക്കാം, എന്നാലേ കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അത് വളരെ നല്ലൊരു ഡിസിഷനായിരുന്നു. പല മാതാപിതാക്കളും എടുക്കാത്തൊരു ഡിസിഷൻ അന്നത്തെ കാലത്ത്. കാരണം ഞങ്ങളുടെ വസ്തുവകളെല്ലാം അവിടെ ഹരിപ്പാട്ടാണ്. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജമ്പും മാർപ്പും ഒക്കെ ആര് കൊണ്ടുപോയി ഇവിടെ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതും മ്യൂസിക് അധ്യാപനത്തിന് കൂടുതൽ പ്രാധാന്യം ഞങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് അന്ന് ഞാനും ചേട്ടനും അന്നൊരു 18 വയസ്സ് കാണും, എനിക്ക് ഒരു 15 വയസ്സ് കാണും. അപ്പോഴത്തേക്ക് ചേട്ടൻ ഇവിടെ ചേർന്നിരുന്നു മ്യൂസിക് അക്കാഡമിയിൽ. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് മ്യൂസിക് അക്കാഡമി ചേർന്നിരുന്നു. ചെമ്മൻകുടി സാറായിരുന്നു അന്നത്തെ പ്രിൻസിപ്പല്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരും തിരുവനന്തപുരത്താക്കാം. അത് തന്നെയല്ല, വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നെ ഹോസ്റ്റലിലാക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അതായത് അമ്മയുടെ അച്ഛൻ്റെ കൂടെ നിന്ന് വേണം ഞങ്ങൾ പഠിക്കാൻ എന്നുള്ളൊരു തീരുമാനം അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വന്ന് എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ ട്രിവാൻഡ്രം നമുക്ക് നല്ല ഒരു പ്രോത്സാഹനം നൽകി കലാസമ്പുഷ്ടമായ ഒരു കുടുംബമായി നമുക്ക് മാറാൻ സാധിച്ചു എന്നൊക്കെ ഉള്ളതിൽ ടീച്ചറിന് അഭിമാനം തോന്നുന്നുണ്ടോ ഇന്ന്? അഭിമാനം തോന്നുന്നുണ്ട്. ഈ അവസരത്തിൽ 1-2 വ്യക്തികളെ കൂടെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. മിസ്സസ് പട്ടന്താണുപിള്ള, പൊന്നുമത്താണുപിള്ള. ആ അമ്മ മാവേലിക്കര ഹൈസ്കൂളിൽ അഡ്മിഷൻസ് ആയിരിക്കുമ്പോൾ എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു, മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പം ഇവർ തമ്മിൽ നല്ലൊരു അപ്പം വീട്ടിലൊക്കെ വരുമ്പം ഹരിപ്പാട്ട് വരുമ്പം എൻ്റെ പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. ഞാനപ്പോഴത്തെപ്പോഴും കൊച്ചുകുട്ടിയല്ലായിരുന്നു. അപ്പോൾ അത് ആ അമ്മ ഓർത്തു വെച്ചിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പം അദ്ദേഹം അന്നിവിടെ ചീഫ് മിനിസ്റ്റർ എന്താണ് ക്ലിഫ് ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരും അമ്മ, ഒരു കാറും എടുത്ത് വീട്ടിൽ വന്ന് എന്നെയും കയറ്റി ഇങ്ങനെ സഞ്ചരിക്കും. അവർക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ നല്ലൊരു കൂട്ടായ്മ, വനിതാ സമാജം. അതെ, അവര് ഒരുപാട് ചാരിറ്റബിളായിട്ടൊക്കെ ചെയ്യുന്ന സ്ത്രീകളായിരുന്നു. അപ്പൊ അവിടെ എല്ലാം എന്നെ കൊണ്ട് പാടിക്കും. പിന്നെ ഇവിടെ എവിടെങ്കിലും ഒരു വലിയ സംരംഭം വരുമ്പം പ്രയർ പാടുന്ന ഞാൻ. അങ്ങനെ ഡോക്ടർ രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ, പിന്നെ ഇന്ദിരാഗാന്ധി പിന്നെയാണ് വരുന്നത്. പിന്നെ പ്രസിഡന്റുമാരെ മിക്കവാറും അവര് പിന്നെ ഒരു ഗോൾഡ് ബ്രൈത്ത് എന്നാണ് പേരെന്ന് തോന്നുന്നു, ഒരു സായിപ്പ് ഇന്ത്യൻ അംബാസഡർ ആയിട്ട് അവരൊക്കെ വരുമ്പം ഈ വലിയ വലിയ സ്ഥാപനങ്ങളുടെ തറക്കല്ലൊക്കെ ഇടുന്ന അവസരമുണ്ട്. അപ്പോഴൊക്കെ എന്നെ കൊണ്ടാണ് പ്രയർ പഠിക്കുന്നത്. ശരിക്കും അഭിമാനം. അപ്പൊ എനിക്കൊരു റൂട്ട് ഇവിടെ ഉണ്ടാവുകയാണ്. നല്ല രാജകുടുംബം വന്നത്, അവരുമായിട്ടുള്ള പരിചയം വന്നത് പിന്നെ ഞാൻ സോളജി ആയിരുന്നു എടുത്തിരുന്നത്. പ്രിൻസസ് എൻ്റെ ഗൗരി പാർദീപായി എൻ്റെ തൊട്ട് സീനിയറായിരുന്നു. അപ്പൊ അവര് പാൻഡമിം എന്ന് പറഞ്ഞൊരു ഡാൻസ് ഡ്രാമ ചെയ്യുമായിരുന്നു. കലയോടൊക്കെ വലിയ ആഭിമുഖ്യമാണ് മൂത്ത പ്രിൻസസിന്. അവര് ഒരു ഡാൻസ് ഡ്രാമയാണത്. അത് പലതും എടുത്തിട്ടുണ്ട്, ഒരുപാട് ഉഷാഭരണയോ അങ്ങനെ ഓരോ കഥകൾ എടുത്തു.
അപ്പൊ അതിനൊക്കെ പാടിയിരുന്നത് ഞാനും ചേട്ടനുമാണ്. ചേട്ടനാണ് ട്യൂൺ ചെയ്തത്. അപ്പൊ അതിന്റെ റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞാൽ 6 മാസമൊക്കെയാണ് പ്രിൻസസ് റിഹേഴ്സൽ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ രാജകുടുംബമായിട്ട് വളരെയധികം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അടിസ്ഥാനം ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞല്ലോ, ടീച്ചറിനെ മ്യൂസിക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഡിഗ്രിക്ക് സുവോളജി എടുത്തത് എവിടെയായിരുന്നു? ഡിഗ്രിക്ക് സുവോളജി എടുത്തത് വിമൻസ് കോളേജിലല്ലേ? വിമൻസ് കോളേജ്. അത് എല്ലാവരും ധരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു സംഗീത കുടുംബം ആയതുകൊണ്ട് അതില് ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ അച്ഛന് ഈ സംഗീത നാടക കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചവിട്ടാർമോണിയമാണ് അവിടെ വായിച്ചിരുന്നത്, വലിയ ഭാരമാണ്. അന്ന് ഈ കാറൊന്നും ഇല്ലല്ലോ, ബസ്സും വളരെ റയർ. അപ്പം ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ഒക്കെ വെക്കാനും സ്റ്റേജിലേക്ക് വെക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അപ്പം അച്ഛനും അമ്മയ്ക്കും ഒരു തോന്നലുണ്ടായി, ഇനിയും ഭാവിയിൽ ഇത് മ്യൂസിക് കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്ന്. അത് തെറ്റായ ധാരണയായിരുന്നു. അങ്ങനെയാണ് എന്നെ MBBS പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ MSc കഴിഞ്ഞ് കോളേജിൽ ജോലി നിർവഹിക്കുവാൻ പ്രാപ്തയാക്കാൻ വേണ്ടി എന്നെ സുവോളജി എടുപ്പിച്ചു. ശരി. എന്നിട്ട് പിന്നെ അവസാനം കറങ്ങിത്തിരിഞ്ഞ് മ്യൂസിക്കിലേക്ക് തന്നെ വന്നു ചേർന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, മ്യൂസിക് അക്കാഡമിഷ്യനായിട്ട് കൂടെ വളരുക എന്ന് പറഞ്ഞാൽ അതൊട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. കർണാട്ടിക് മ്യൂസിക്കിൽ എന്നും ഒരു ഉപാസന പോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതും അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക്. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു അമ്മ എന്നുള്ള രീതിയിൽ ഉള്ള എക്സ്പീരിയൻസ്? അമ്മയാണോ മ്യൂസിഷ്യനാണോ, ആരാണ് ചേച്ചിയുടെ? രണ്ടുമാണ്. അമ്മ ഇപ്പോഴും ഒരു ടീച്ചർ സ്റ്റൈലാണ്, എൻ്റെ അടുത്ത് വരെ അങ്ങനെയാണ്. റെസ്പെക്ട്ഫുൾ ആയിട്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം സംസാരിക്കാൻ. മറ്റു മക്കൾ, ഇപ്പൊ എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്തോന്നമ്മേ അങ്ങനെയൊക്കെ ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ടൊക്കെ സംസാരിക്കും. എന്തും നമ്മുടെ അടുത്ത് പറയാം. പക്ഷെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് കുറച്ച് സൂക്ഷിച്ചു വേണം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ അടുത്ത് മിണ്ടാട്ടവും കാണില്ല. അങ്ങനെ ഒരു പിണക്കമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അച്ഛനാണെങ്കിലും രണ്ടുപേരും കുറച്ചൊരു റിസർവ് ടൈപ്പായിരുന്നു. പക്ഷെ രണ്ടുപേർക്കും സ്നേഹം ഉള്ളിലുണ്ട്. അത് ഉറപ്പായിട്ട് നമുക്ക് അറിയാം, ഫീൽ ചെയ്യുകയും ചെയ്യാൻ പറ്റും. അച്ഛനാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ വളർച്ചയിലെ ഒരു ഭയങ്കര ഭാഗമാണ് അച്ഛൻ. അച്ഛൻ എഞ്ചിനീയർ ആണ്, റേഡിയോ സ്റ്റേഷനിലായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ എഞ്ചിനീയർ ആയിട്ട്. നേരത്തെ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയായിരുന്നു. ഒരു അനിയനുണ്ടായിരുന്നു. ടീച്ചറിന് ഇത് പ്രപ്പോസലായിട്ട് വന്നതാണ് ഓൾ ഇന്ത്യ റേഡിയോ? അച്ഛൻ പ്രപ്പോസൽ ആയിരുന്നു. കണ്ടിട്ട് തന്നെ, പാട്ട് കേട്ടിട്ട് തന്നെ എന്റെ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുമായിരുന്നു ARല്. അത് ഇന്നും ഉണ്ട്. അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ചേർത്തല ഗോപാലൻ നായർ പറഞ്ഞ ഒരു അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു, മ്യൂസീഷ്യനാണ്. എൻ്റെ അപ്പൂപ്പനുമായിട്ട് നല്ല റിലേറ്റഡ് ആണ്. അപ്പൊ അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിതൊക്കെ കേട്ടറിഞ്ഞതാണ്. അപ്പം അപ്പൂപ്പൻ പിന്നെ അത് പ്രൊസീഡ് ചെയ്തു. അങ്ങനെയായിരുന്നു. പിന്നെ എനിക്കൊരു അനിയനുണ്ടായിരുന്നു, ബൈ മിസ്ഫോർച്യൂൺ ഇപ്പം ഇല്ല, ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അച്ഛൻ അതിന് വേണ്ടിയിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും ആ സമയത്താണ് റിസർച്ച് ഇല്ലോട്ട്. അപ്പം അമ്മയ്ക്ക് ലീവ് കിട്ടും ആ കാരണം. പിന്നെ അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആ ദിവസങ്ങൾ പോയി. അപ്പൊ അച്ഛൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റുഡന്റ് ഞാനും ചേർത്തല ഗോപാലൻ നായർ സാറിന്റെ ഇളയ മകൻ ശ്യാമു ആയിരുന്നു. ശ്യാം ഇപ്പൊ വലിയ ഡോക്ടറാണ്, ആയുർവേദത്തിന്റെ ഡോക്ടർ. എനിക്ക് അടി തരും, ശ്യാമിന് അടിയൊന്നും അച്ഛൻ കൊടുക്കില്ല. ശ്യാമു ആ വരാന്തയിൽ നിന്നാ പഠിപ്പിക്കുന്നത്. അപ്പം ഇവൾക്ക് അടി കിട്ടും തോറും ശ്യാം ഇങ്ങനെ മാറി 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 മാറി. അച്ഛൻ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് വളരെ സോഫ്റ്റ് ആണ്.
ഇപ്പം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് വരെ അച്ഛൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അച്ഛൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളോടും വളരെ വളരെ സോഫ്റ്റ് ആണ്. ഞാനും സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ആ കാലത്ത് ക്ലാസ് മുറി ഫുള്ള് പിള്ളേരായിരുന്നു. ബാച്ച് വൈസ് ഉള്ള ക്ലാസ്സസ് ആയിരുന്നു ആ ടൈമില്. നല്ല ഒരു നല്ല സാറായിരുന്നു, വളരെ സോഫ്റ്റ് ആണ് കാണുമ്പോ തന്നെ. അതല്ല നോട്ട്സ് ഒക്കെ എഴുതുന്ന മണി പോലെ എഴുതുമായിരുന്നു. ഗോചരന്റെ ഈ നോട്ട്സ് വാങ്ങിച്ചോണ്ട് പോയി, ക്ലാസ്സിലിരിക്കാതെ നോട്ട്സ് വാങ്ങിച്ചോണ്ട് പോയി 100% മാർക്ക് വാങ്ങിച്ചവരുണ്ട്. അപ്പൊ അത്ര നല്ലൊരു അധ്യാപകനായിരുന്നു. അന്നൊക്കെ എൻട്രൻസ് കിട്ടുന്ന മിക്കവരും സാറിന്റെ ക്ലാസ്സിലായിരുന്നു. ഈ MIT സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി സ്വന്തമായിട്ട് പഠിച്ച് എഴുതി എഞ്ചിനീയർ ആയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ലക്ഷ്മി ചേച്ചിയോട്, ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ മ്യൂസീഷ്യൻ ആലപ്പി ശ്രീകുമാർ സാറായിരുന്നു. എങ്ങനെയായിരുന്നു ആ മരുമകൻ ഈ കുടുംബത്തിലേക്ക് വന്നത്? തികച്ച ഒരു മകനെ പോലെ തന്നെയായിരുന്നു ശ്രീചേട്ടൻ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഒരു മകളാണ്. അപ്പം ശ്രീചേട്ടന് ശരിക്കും ഹെറിഡിറ്ററി ആയിട്ട് മ്യൂസിക് ഉള്ള ഒരാളല്ല. അവിടെ അവര് 8 മക്കളുള്ളതിൽ ശ്രീചേട്ടനായിരുന്നു പാട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രീചേട്ടനെ മ്യൂസിക് കോളേജിൽ ചേർക്കുകയും അവിടെ തന്നെ ഇവിടെ സംഗീത കോളേജിൽ സ്വാതിർനാൾ കോളേജിൽ പഠിക്കുകയും അവസാനം അവിടെ തന്നെ അധ്യാപകനാകുകയും പിന്നെ പ്രിൻസിപ്പലാകുകയും ചെയ്തിട്ടാണ് വിരമിച്ചത്. അപ്പോൾ ആദ്യം ശ്രീചേട്ടന് ജോലി കിട്ടിയത് പാലക്കാടാണ്. അപ്പോൾ അതിനു മുമ്പ് പറയേണ്ടത് PSC ഇന്റർവ്യൂവിന് അമ്മയായിരുന്നു പിന്നെ എക്സാമിനറായിട്ട് ഇരുന്നത്. അമ്മയ്ക്ക് അറിയില്ല, എനിക്കും അറിയില്ല ശ്രീചേട്ടന്. അപ്പം നമ്മുടെ ഒക്കെ ഒരു പിന്നെ അമ്മയുടെയൊക്കെ കൂടെ വായിക്കുന്ന ഒരു സാറുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ എക്സാമിനേഷൻ ബോർഡിലിരുന്നപ്പം ഇങ്ങനെ ആ സാറ്, രവി സാർ എന്ന് പറഞ്ഞു, സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു പിന്നെ മ്യൂസിഷ്യൻ ഉണ്ട്, ഓമനക്കുട്ടിക്ക് അറിയാം, ഇങ്ങനെ ശ്രീകുമാർ എന്നാണ് പേര്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഗേൾസ് വരുന്നതാണല്ലോ പാട്ട് മ്യൂസിക്. അപ്പം ആ പുള്ളിക്ക് ഇങ്ങനെ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വേണം എന്ന ആഗ്രഹമാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അച്ഛനാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, നിനക്ക് ഇങ്ങനെ വേറെ എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ? അല്ല, 2-3 ജാതകം വന്നിരുന്നു. അപ്പൊ ഗോചരന്റെ ജാതകം അസ്ട്രോളജി നന്നായിട്ട് അറിയാം. അദ്ദേഹം നോക്കിയപ്പോ ഏറ്റവും യോജിക്കുന്ന ഇവര് രണ്ടുപേരും. എന്നിട്ട് അച്ഛൻ ചോദിച്ചു എഞ്ചിനീയറോ ഡോക്ടറോ അങ്ങനെയൊക്കെ വല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അതായിരുന്നല്ലോ ഭയങ്കര ഡിമാൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, നമ്മുടെ ഫാമിലിക്ക് പറ്റുമായിരിക്കാം. അപ്പൊ പിന്നെ നോക്കി ചേരുമായിരുന്നു. പിന്നെ ശ്രീചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചു അന്ന്. മാസത്തിൽ ഒരിക്കൽ ഇവിടെ പ്രോഗ്രാം വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അമ്മാവൻ അമ്മുമ്മ ഒക്കെ കാണും. അമ്മ, ശ്രീകുട്ടമാമൻ എല്ലാരും വരും. പിന്നെ കുറച്ച് പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. ഇവിടെ വെച്ചൊരു കച്ചേരി, അതായത് മൃദംഗം വയലിൻ എല്ലാം വെച്ചിട്ടൊരു കച്ചേരി, അതിനുശേഷം ഒരു കാപ്പുകൂടി, എന്നിട്ട് അങ്ങനെയാണ് ഒരു ഈവനിങ്ങിലായിരിക്കും. അപ്പൊ അപ്രാവശ്യം വെച്ചത് ശ്രീചേട്ടൻ്റെയാണ് വെച്ചത്. പക്ഷെ പാവം ശ്രീചേട്ടനൊന്നും അറിയില്ല. ഒരു ഹൊറോസ്കോപ്പ് കിട്ടി, കമലാലക്ഷ്മി എന്നുള്ള ഹൊറോസ്കോപ്പ് കിട്ടി, അവരുടെ വീട്ടിൽ നോക്കി ചേരും എന്നുള്ളതല്ലാതെ അമ്മയുടെ ഏതോ സ്റ്റുഡന്റ് എന്നുള്ളൊരു ധാരണയാണ്. അപ്പൊ കാപ്പ് കുടിക്കുന്നതിനിടയിൽ ഈ ഗേൾസ് ഒക്കെ അന്ന് ഉണ്ട് ഇവിടെ, ഒരുപാട് പഠിക്കുന്ന, ഇവിടെ ഒരു ഗുരുകുല സമ്പ്രദായമായിരുന്നു. അപ്പൊ ശ്രീചേട്ടൻ ആകെ ഒരു കൺഫ്യൂഷനായി, ഇത്രയും പേരെ കണ്ടപ്പോ കൺഫ്യൂഷൻ തീർക്കണമെന്ന് അപ്പൊ അവസാനം രവി സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ ഇതിൽ ഏതാണ് എനിക്ക് ആലോചിക്കുന്നത്? അപ്പൊ സാറ് ചിരിച്ചിട്ട് പറഞ്ഞു, ഓമനക്കുട്ടി ടീച്ചറിന്റെ മകള് തന്നെയാണ്. ഞാൻ വിളമ്പാൻ എനിക്കറിയാം, പക്ഷെ ഞാൻ ആ സൈഡിൽ പോയേ ഇല്ല. അങ്ങനെ എൻഗേജ്മെന്റ് ഇവിടെ വെച്ചിട്ട്, ഈ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു എൻഗേജ്മെന്റ്. അന്ന് PSC ചെയർമാൻ വന്നു. അന്ന് എന്നിട്ട് സാറ് ചോദിച്ചു, ഓമനക്കുട്ടി ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ശ്രീകുമാറിന് ജോലി കൊടുത്തത്? അമ്മ പറഞ്ഞില്ല, എക്സ്പെർട്ടൈസ് ചെയ്തത് കൊണ്ടാണ് ശ്രീകുമാറിന് കൊടുത്തത്, എല്ലാ ആൻസറും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണം ഫെബ്രുവരിയിൽ എൻഗേജ്മെന്റ്, ഏപ്രിൽ 30-ാം തീയതി കല്യാണം കഴിഞ്ഞു. റിംഗ് എക്സ്ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ശരിക്കും സംഗീത സാന്ദ്രമായ ഒരു കുടുംബം, മരുമകനായിട്ടും ഒരു മ്യൂസിഷ്യൻ തന്നെ വന്നു ചേരുക, ഇതൊക്കെ ശരിക്കും ഒരു നിമിത്തം. അല്ലെങ്കിൽ ശ്രീചേട്ടൻ നല്ലൊരു ഗുരുനാഥനായിരുന്നു. ശ്രീചേട്ടൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത ആദ്യം തിയറി ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്.
എല്ലാ കുട്ടികളും ഇപ്പം എന്നുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. നേരത്തെ പഠിപ്പിച്ചിരുന്ന ഒരുവിധപ്പെട്ട കുട്ടികളൊക്കെ വിളിക്കും, ചിലപ്പോൾ വരും. അപ്പം പിന്നെ പല അവസരത്തിൽ കാണുമ്പോഴും പറയും സാറിൻ്റെ ക്ലാസ് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അത് വളരെ രസകരമായിട്ട് ക്ലാസ് എടുക്കും, വഴക്കും പറയും, നല്ല ദേഷ്യവും വരും, വഴക്കും പറയും, പക്ഷെ സ്നേഹമുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പല ഒക്കേഷൻസ്, സാധാരണ ഒരു പ്രിൻസിപ്പല് സബോർഡിനേറ്റ്സിൻ്റെ അടുത്താണെങ്കിലും ഓഫീസ് സ്റ്റാഫിൻ്റെ അടുത്താണെങ്കിലും സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പിങ്. ഇത് പ്രിൻസിപ്പൽ റൂമിൽ വെച്ച് തന്നെ കേക്ക് കട്ടിങ് ഒക്കെ കുട്ടികൾ കേക്ക് സാറിന് കൊടുക്കുക, ഇവരെല്ലാം ടൂറ് പോവുക. അപ്പൊ ടൂറ് പോകുമ്പം തോളത്ത് കൈ പിടിച്ച് നിൽക്കുക, തൊപ്പി പിള്ളേരുടെ തൊപ്പി എടുത്ത് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല എക്സ്പ്രഷൻസും പാടുന്നതിനും ഒക്കെ പല എക്സ്പ്രഷൻസും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ രൂപവും മാനറിസംസ് ഒന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ അത് കാരണം അതുമല്ല ശ്രീചേട്ടൻ എപ്പോഴും ബിസിയാണ്, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പം മിക്കവാറും ഇവിടെ കാണത്തില്ല, ക്ലാസ് എടുക്കാൻ മുകളിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു. രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ. അപ്പം ശ്രീജന്റെ ഫ്രണ്ട് പറയും വൈകുന്നേരം ഇവിടെ ഒരു പോലീസുകാരനെ നിർത്തണം, ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ. അത്രയ്ക്ക് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വിചാരിതമായിട്ട് ശ്രീചേട്ടൻ വിട്ടുപോയി. എങ്കിലും എനിക്കൊരു തോന്നലില്ല, ശ്രീചേട്ടൻ ഇവിടെ ഉള്ളതുപോലെയാണ് എൻ്റെ ഫീല് ഇപ്പോഴും ഉണ്ട് എന്നുള്ള. ഇവിടെ പോയിരിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു നമ്മൾ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അതാണ്. പിന്നെ ഹരിയാണെങ്കിലും ഹരിശങ്കർ ആണെങ്കിലും, ഹരിശങ്കർ ഉയർന്നു വന്നപ്പോഴ് അത് ആ ജീവാംശമായെന്നുള്ള പാട്ട് ശ്രീചേട്ടൻ കേട്ടിരുന്നു. എന്നുവെച്ചാൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പാട്ട് ഇറങ്ങി, വളരെ മുമ്പ് തന്നെ ഇറങ്ങി. അപ്പൊ അതുകൊണ്ട് ശ്രീചേട്ടൻ ഭയങ്കര പ്രൗഡായിരുന്നു 2 മക്കളെ കുറിച്ചിട്ടും. എപ്പോഴും വാതോരാതെ പറയുമായിരുന്നു മക്കളെ കുറിച്ച്, എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ എൻ്റെ മകനാണ് എൻ്റെ മകൻ അങ്ങനെ ഞാൻ. പക്ഷെ ശ്രീചേട്ടൻ അങ്ങനെ അല്ല, എൻ്റെ മകൻ എന്നെക്കാളും ഉയരും എപ്പോഴും പറയും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പം ഇളയാളെ കുഞ്ഞാവേന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. വയലിനിസ്റ്റാണ്. ലാസ്റ്റ് കച്ചേരി കരിക്കകത്ത് വെച്ചിട്ടായിരുന്നു. അന്ന് വയ്യ ശരിക്കും പറഞ്ഞാൽ, ഇല്ല കിടക്കുന്ന ആളല്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അതേ നേച്ചറാണ്, ആ എക്സ്പ്രഷൻ. അതായത് ഒരു സ്റ്റുഡന്റിന്റെ അമ്മ വരച്ചു തന്ന, വിജി വരച്ചു തന്നതാണ്. അപ്പൊ ആ എക്സ്പ്രഷൻ തന്നെയാണ്, ആ ക്യാരക്ടർ അതിനകത്തുണ്ട്. എപ്പോഴും ചിരിച്ച മുഖം, എപ്പോഴും ചിരിച്ച മുഖമാണ്. പിന്നെ ഡ്രസ്സ് ആണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ്, തേച്ചതേ ഇടുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അച്ഛൻ ഖദറാണ് യൂസ് ചെയ്യുന്നത്. അതുമല്ല തയ്ച്ചാണ് ഇടുന്നത് അച്ഛൻ, റെഡിമെയ്ഡ് ഒന്നും അച്ഛന്. അപ്പൊ ഇവിടെ ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു, അയാൾ അരവിന്ദൻ പറഞ്ഞു, അയാൾ തയ്ച്ചാലേ അച്ഛന് ശരിയുള്ളൂ. അപ്പൊ അച്ഛൻ അവിടെ റോഡിൽ നിന്നേ അളവെടുക്കാൻ പറ്റുള്ളൂ, കുട്ടിക്കടയാണ്. അപ്പൊ അച്ഛൻ വെളിയിൽ നിന്ന് ഇങ്ങനെ അളവെടുക്കുന്ന ഫോട്ടോ അടുത്ത ദിവസം ഹിന്ദുവിൽ വന്നു. ഇപ്പോഴും അച്ഛനൊന്നും അറിയുന്നില്ല, ഇപ്പോഴും അളവെടുത്ത് തയ്ക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ ഇവിടെ ഗാന്ധി പീസ് ഫൗണ്ടേഷനില്ലേ, അവിടുന്ന് ഉള്ള മുണ്ടുകളാണ് അച്ഛന് ഉപയോഗിക്കുക. പിന്നെ ഖദർ ഷർട്ട് തയ്ച്ചു വിടും. അങ്ങനെ ആയിരുന്നു അച്ഛൻ. സിമ്പിൾ ആയിട്ടൊരാളായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ട്. ഹരിശങ്കറിന്റെയും രവിശങ്കറിന്റെയും വളർച്ചയിലും ശ്രീകുമാർ സാറിന്റെയും അമ്മയുടെയും അമ്മ മെയിൻ ആയിരുന്നു. പിന്നെ ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് ചെറുമകനെ പഠിപ്പിച്ചത്. സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അമ്മ. പിന്നെ ശ്രീചേട്ടന്റെ കൂടെ കരിക്കകത്തായിരുന്നു അവസാനത്തെ അവരുടെ കച്ചേരി. അതും കഴിഞ്ഞിട്ട് അത് ഹരിശങ്കർ കൂടെ പാടി, ഇളയ മോൻ വയലിനും വായിച്ചു. അന്ന് നന്നായിട്ട് ഇരുന്നു. പിന്നെ അതായത് ജൂൺ 22-നാണ് ഞങ്ങളെ വിട്ടുപോണത്. മെയ് അവസാനം വരെ ശ്രീചേട്ടൻ ക്ലാസ് എടുത്തു. ഇവിടുന്ന് ഹാപ്പി ആയിട്ടാണ്, ചിരിച്ചിട്ടാണ് പോയത്. ഒരു പിങ്ക് കളർ ഡ്രസ്സാണ് എപ്പോഴും ഇഷ്ടം. പിന്നെ മെയ് 1 റേഡിയോ സ്റ്റേഷനിൽ അവസാനം പാടി. അപ്പം പിന്നെ നോക്കൂ, 1.5 മാസമേ ഉള്ളൂ. ആകെ കിടന്നത് 22 ദിവസം. അതും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ. ടീച്ചറിന് MG രാധാകൃഷ്ണൻ എന്ന സഹോദരനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ ചേട്ടൻ്റെ ഓരോ സ്വഭാവങ്ങളും രീതികളും അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ചിരി വരും. പിന്നെ വിട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോൾ
ഭയങ്കര സങ്കടവും